ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബട്ടറാണ്. ബട്ടർ ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇങ്ങോട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റാണ് ഒരു കൊട്ട നാടൻ പാൽ, ഒരു കൊട്ട വെച്ചാൽ 1/2 ലിറ്റർ ഉണ്ടാവും ഒരു കവറിൽ. അപ്പോൾ അത്ര പാലെടുത്തിട്ട് നമുക്ക് കുറുക്കുന്നുണ്ട്. അപ്പോൾ ലോ ടു ഹൈ ഫ്ലെയിം ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതുപോലെ മുകളിൽ പാടയൊക്കെ നിൽക്കുക. ആ പാട നമ്മൾ ശേഖരിച്ച് ഏകദേശം ഇത്ര ഒരു പാത്രത്തിൽ കാണുന്ന അത്ര പാടായിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഡേ ആണ് ഇതുപോലെ പാല് കേട് വന്നിട്ട് ഇതുപോലെ ആയിട്ട് കണ്ടത്. അപ്പം നമ്മൾ വിചാരിച്ചിരുന്ന പനീർ ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പാലിലേക്ക് ഇത്തിരി വിനീഗർ ഇട്ടിട്ട് കുറുക്കി, എന്നിട്ട് ഇതുപോലെ അരപ്പയിലൊരു തുണി വെച്ചിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് പനീറും കിട്ടി. അപ്പം ഇത് നമ്മൾ പാടൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള പാല് കളയേണ്ട ആവശ്യമില്ല, കാരണം അത് നമുക്ക് കുടിക്കാൻ പറ്റും. പിന്നെ അത് നല്ല പാലല്ല, അത് ഇത് പാടെടുത്ത പാലാണ്. അങ്ങനെ വെച്ചിട്ട് കളയൊന്നും വേണ്ട. ഇങ്ങനെ നമ്മൾ എടുത്തെടുത്ത അവസാനം ഡേ 7 ആയി. 7 ആകുമ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ ഇത്ര ദിവസം ശേഖരിച്ച് വെച്ച പാട നമ്മൾ ഒന്ന് ജ്യൂസ് മെഷീനിലിട്ട് ഒന്ന് അടിച്ച്. അപ്പം നല്ലോണം തണുപ്പിലാണ് നമ്മൾ അടിച്ചത്. അതുകൊണ്ട് തന്നെ അത്ര പനീർ ആദ്യം അത്ര ബട്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴും അത് കൂളായിക്കൊണ്ട് പോയതിന് ശേഷമാണ് നമുക്ക് നല്ലോണം ഇത് ബട്ടർ കിട്ടിയത്. അപ്പം നല്ല സന്തോഷമായി. അപ്പം നമ്മൾ ഇതെടുക്കുമ്പോഴും ഇത് നല്ലോണം തണുപ്പ് ഉണ്ടാകാൻ പാടില്ല, എന്നാൽ നല്ലോണം തണുപ്പില്ലാതെ ഇരിക്കാനും പാടില്ല, മീഡിയം ആയിരിക്കണം. അപ്പം നമുക്ക് ഏകദേശം ഒരു ബോട്ടിൽ ബട്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല സന്തോഷമായി. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. കെമിക്കലില്ലാത്ത ബട്ടറാണ്, ഹോം മെയ്ഡായിട്ട് ഫ്രഷാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ ഇതുപോലെ ബട്ടർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ബാക്കി മോര് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് നമ്മളെ ബട്ടർ. ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ ബൈ.